നമസ്കാരം. ടീ ടൈം ടോക്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം മറന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവം, അതിനെ കുത്തിപ്പൊക്കി പിടിച്ച് വന്നിരിക്കുന്നു അക്ബർ. എന്താ പറയുക? കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിനകത്ത് ഇതേപോലൊരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറന്റെ മുമ്പിൽ എന്റെ നിരപരാധിത്വം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോയി. എൻ്റെ അക്ബറെ, ദീപക് മരിക്കാനിടയായ സംഭവം എന്താണെന്ന് അക്ബർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അക്ബറിൻ്റെ കേസ് ബിഗ് ബോസ് സീസൺ 7 എന്ന ഒരു ഗെയിമിൽ നടന്ന സംഭവം. അതും ഇതുകൂടി കമ്പയർ ചെയ്യാൻ എങ്ങനെ നിനക്ക് തോന്നി അക്ബറെ? കഷ്ടം തന്നെ. എന്തായാലും ആ ബിഗ് ബോസിൽ ആ ഗെയിമിൽ നടന്നത് എന്താണെന്നുള്ളത് നീ വ്യക്തമായിട്ടൊന്ന് എടുത്തു നോക്കിയാൽ അത് നിനക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിലൊക്കെ ഉപരി നീ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ ആര്യൻ തള്ളിയിട്ടതാണ് എന്ന്. ആര്യൻ തള്ളിയിട്ടത് കാരണം നീ അനുവിൻ്റെ മേലെ വീണു. ഇതാണ് വാസ്തവം. അതാണ് ഉണ്ടായിരിക്കുന്നതും. ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ അതൊക്കെ. ഈ ഒരു സംഭവം അനുവിന് വളരെയധികം വേദനിപ്പിച്ചത് കൊണ്ടാണ് അനു പ്രതികരിച്ചത്. അല്ലെങ്കിൽ അനു ഇതുപോലൊന്നും പ്രതികരിക്കില്ല, അതിലൊരു സംശയവുമില്ല. അതൊക്കെ പോട്ടെ അക്ബറെ, അന്ന് തന്നെ ആ നിമിഷം തന്നെ നിനക്ക് പറയാമായിരുന്നു, ആര്യ എന്നെ തള്ളണ്ട, നീ എന്നെ തള്ളിയാൽ ഞാൻ വീഴും എന്ന് നിനക്ക് പറയാമായിരുന്നല്ലോ. നീ എന്താ അത് ചെയ്തില്ല? അപ്പം നീ അവിടെ അന്ന് ചെയ്തത് അനുവിനെ ഉപദ്രവിക്കുക എന്നല്ലേ ചെയ്തത്. പക്ഷേ അത് ഈ തരത്തിലല്ല, അത് ഞങ്ങൾക്കും അറിയാം. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് അനു ക്ഷമാപണവും നടത്തി. എന്നിട്ട് നീ ഇപ്പം നടന്ന ഈ ദീപക്കിൻ്റെ പ്രശ്നത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇതും അതും കൂടി കമ്പയർ ചെയ്യുന്ന നാണം കെട്ട പരിപാടി ചെയ്യേണ്ട വല്ല കാര്യവുമുണ്ടോ അക്ബറെ? എല്ലാവരും മറന്നുപോയ ഒരു കാര്യം, അതിനെ കുത്തിപ്പൊക്കി നീ കൊണ്ടുവരേണ്ട വല്ല ആവശ്യവുമുണ്ടോ? വീണ്ടും എയറിലേക്ക് പോകാനുള്ള താല്പര്യത്തോടു കൂടി വന്ന അക്ബറിനോട് എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ പുച്ഛം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത്രയ്ക്ക് മാത്രം വിവരമില്ലാതായോ നിനക്ക്? ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഗായകൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ, ആ നീ ഇത്രമാത്രം അധപതിച്ചു പോകരുത്. ഇനിയെങ്കിലും ഈ സംഭവങ്ങളൊക്കെ നിർത്തി നല്ല നല്ല പാട്ടുകൾ പാടി ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ നോക്ക്. അതാണ് നിനക്ക് പറ്റിയ പണി. ഓക്കെ, ബൈ. നമുക്ക് വീണ്ടും കാണാം.